പറഞ്ഞാൽ മതി. ഒരേ ഒരു ദിക്ർ ലോക ഇടിഞ്ഞു വീണാലും പിടിച്ചിരിക്കാൻ കഴിയും. എത്രയൊക്കെ യവനൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞ ഭർത്താവ്, മക്കള്, ഭാര്യ, കൂട്ടുകാര്, കുടുംബക്കാര്, മാതാപിതാക്കള്, ഈ നാട് മുഴുവനും നിനക്കെതിരായാലും നിന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ മരിക്കണമെന്ന് തോന്നുമ്പോൾ, ആത്മഹത്യ ചെയ്താൽ കൊള്ളാം, എന്നെ കൊണ്ട് ഇത് പറ്റണില്ല എന്ന് പറഞ്ഞിട്ട് നിനക്കൊന്ന് ചാകണമെന്ന് തോന്നിയ അതിന് മുമ്പ് ഒരു 3 പ്രാവശ്യം ഈ ദിക്ർ പറ, നിന്റെ പ്രയാസം മാറുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് ദിക്റാണ് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട്, നിന്റെ ഭർത്താവും നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരും നിന്റെ കൂട്ടുകാരും നിന്റെ അയൽവാസികളും നിന്നെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുമ്പോൾ അല്ലാഹുവേ, നാട്ടുകാര് കളിയാക്കുമ്പോ ഞാൻ എങ്ങനെയാണ് ഈ നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നത്? പടച്ചവനെ, എന്റെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമല്ലോ എന്നോർത്തിട്ട് ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് പെങ്ങളെ. ആയിഷ ബീബിയുടെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ആയിഷ ബീബി വ്യഭിചരിച്ചെന്ന് മുനാഫിക്കീങ്ങൾ പറഞ്ഞു പരത്തുകയാ. സൗബാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സഹാബിയുണ്ട്. ഈ സഹാബിയുടെ കൂടെ വ്യഭിചരിച്ചെന്ന് പടച്ചവനെ നാട് മുഴുവനും പറഞ്ഞു പരത്തുകയാ. ഒരു നാട് മുഴുവനും വിശ്വസിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്ത് പോലും വിശ്വസിച്ചു പോയി. എവിടെയും ആയിഷയെ കുറിച്ചാണ് ചർച്ച, എവിടെയും ആയിഷ ബീവിയെ കുറിച്ചാണ് ചർച്ച. പടച്ചവനെ, ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കേട്ടൊരു സമാധാനമില്ല. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകർ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറയുന്നു, ആയിഷ, കുറച്ചു ദിവസം നിന്റെ വീട്ടിലേക്ക് പോയിഷ. ഭാര്യയോട് ഭർത്താവ് സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞ പടച്ചവനെ ആയിഷ പതറിപ്പോയി. ഹൃദയത്തിനകത്ത് വല്ലാത്ത വേദനയായി. നാട്ടുകാരെ പറഞ്ഞതല്ല, റസൂലുള്ള വീട്ടിലേക്ക് പോകാൻ പറഞ്ഞപ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് പോകാൻ പറയുമ്പോ വേദനിക്കുന്ന ഹൃദയത്തോടെ വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവേ ഓടി ചെന്നതിന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നത്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ വ്യഭിചരിക്കുവോ വാപ്പാ, ഞാൻ വ്യഭിചരിക്കുവോ വാപ്പാ? ഇവരെല്ലാവരും പറയുന്നത് കള്ളമാണ് വാപ്പാ. തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പൊന്നുപോള് പറയുമ്പോ വാപ്പ പറയുന്നു, ആയിഷ, വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. വാപ്പ കൈയൊടിയുകയാ. പിന്നീട് കടന്നു ചെല്ലുന്നത് പ്രിയപ്പെട്ട ഉമ്മയുടെ മുന്നിലാ. തന്റെ ഉമ്മയുടെ മുന്നിലേക്ക് കൂടി ചെന്നിട്ട് ഹൃദയം പൊട്ടുന്ന വേദനയോട് ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മ, ഞാൻ ചെയ്തിട്ടില്ല ഉമ്മ. ഇവര് മുഴുവനും തെറ്റിദ്ധരിച്ചിരിക്കുകയാ. ഇവര് പറയുന്നത് കള്ളവാ. തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി പറയുമ്പോ മകളുടെ കയ്യിൽ പിടിച്ചിട്ട് പെറ്റുമ്പോ പറയുന്നു, ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ ആയിഷ. വിശ്വസിക്കലല്ലാതെ വഴിയില്ല ആയിഷ. ഉമ്മ കൈയിടുന്നു, വാപ്പ കൈയിടുന്നു, ഭർത്താവ് കൈയിടുന്നു. ഒരു രാജ്യം മുഴുവനും ഒരു നാട് മുഴുവനും വ്യഭിചാരിയെന്ന് മുദ്രകുത്തിയിട്ട് എല്ലാവരും കളിയാക്കുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ആ 16 വയസ്സിന് താഴെ പ്രായമുള്ള 14 വയസ്സിന് താഴെ പ്രായമുള്ള ആയിഷ ബീവി തോറ്റുകൊടുത്തില്ല. ആയിഷ ബീവി പതറിയില്ല. പടച്ചവരേ,
ആത്മഹത്യ ചെയ്യാ തീരുമാനിച്ചില്ല. തോറ്റുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു. പടച്ചവര് ചെയ്യാത്ത തെറ്റിന്റെ പേര് നാട്ടുകാർ മുഴുവനും കളിയാക്കുമ്പോ ആയിഷാ ബീവി റളിയല്ലാഹു തആല വീടിനകത്ത് കയറുകയാ. നരമ്പ് മുറിച്ചില്ല, തൂങ്ങാൻ കയറെടുത്തില്ല, ബസമെടുത്തിരിച്ചില്ല. അല്ലാഹുവേ, വീടിനകത്ത് നിസ്കാരപ്പായിലിരിക്കുകയാ. 14 ദിവസം കഴിഞ്ഞു. 15ാമത്തെ ദിവസം സുബ്ഹ് നമസ്കാരം കഴിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകരെ ചിരിക്കുന്ന മുഖത്തോടെ കടന്നു വരികയാ. ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. ആയിഷാ ബീവി റളിയല്ലാഹു തആല ഓടിച്ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു. നബിയേ, ഖുർആനിലായത്തിറങ്ങിയോ നബിയേ, ഖുർആനിലായത്തിറങ്ങിയോ നബിയേ, ജിബ്രീൽ വന്നോ നബിയേ, 7 ആകാശം കടന്ന് ജിബ്രീൽ വന്നോ നബിയേ. ആയിഷാ, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹു പറഞ്ഞു. ആയിഷ പറഞ്ഞു, എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ഖുർആനിൽ ആയത്തിറങ്ങുമെന്ന്, ജിബ്രീൽ വരുമെന്ന്, അല്ലാഹു സഹായിക്കുമെന്ന് എനിക്കുറപ്പായിരുന്നു. ആയിഷാ ബീവി റളിയല്ലാഹു തആല പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തേ ആയിഷ ഇത്ര ഉറപ്പെന്തേ ആയിഷ, ഇത്ര ഉറപ്പെന്തേ ആയിഷ? അവിടുന്ന് പറഞ്ഞു, നബിയേ, ഈ 14 ദിവസം ഞാൻ ഈ റൂമിനകത്ത് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരേ ഒരു ദിക്റാ നബിയേ. ഹൃദയം പൊട്ടുന്ന വേദനയോട്, താങ്ങാൻ കഴിയാത്ത വേദനയോട് ഞാൻ റബ്ബിനോട് പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ്. റസൂലുള്ളാഹി ചോദിച്ചു, ഏത് ദിക്റാ ആയിഷ? നിനക്ക് മനസമാധാനം തന്നോ, ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം തന്നോ, ആ ദിക്റേതാ ആയിഷ? ആയിഷാ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നു, നബിയേ, നിസ്കാരപ്പായിലിരുന്നുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹ്, എന്റെ ഉമ്മ എന്നെ കൈയൊഴിഞ്ഞു, എന്റെ വാപ്പ എന്നെ കൈയൊഴിഞ്ഞു, എന്റെ കൂടപ്പിറപ്പ് എന്നെ കൈയൊഴിഞ്ഞു, എന്റെ ഭർത്താവ് എന്നെ കൈയൊഴിഞ്ഞു, ഈ നാട്ടുകാർ മുഴുവനും ഞാൻ വ്യഭിചാരിയാണെന്ന് പറഞ്ഞെന്നെ കളിയാക്കുന്നു. അല്ലാഹ്, ആര് കളിയാക്കിയാൽ എനിക്കൊന്നുമില്ല. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. എനിക്ക് നീ മാത്രം മതി പടച്ചവരെ, എനിക്ക് നീയല്ലാതെ ആരുമില്ല പടച്ചവരെ. എന്റെ ഉമ്മയേക്കാൾ നിന്നെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണല്ലോ അല്ലാ. സത്യം നിനക്കറിയാമല്ലോ അല്ലാ. എന്നെ കൈവിടല്ലേ അല്ലാ, എന്നെ കൈവിടല്ലേ അല്ലാ, എന്നെ കൈവിടല്ലേ അല്ലാ. ആയിഷാ ബീവി പറഞ്ഞത് ചെറുതായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വേദന വരുമ്പോ, ലക്ഷങ്ങളുടെ കടം വരുമ്പോ, നാട്ടുകാരും കുടുംബക്കാരും ഭാര്യയും മക്കളും ഒറ്റപ്പെടുത്തുമ്പോ, ആരുമില്ല എന്ന് നിനക്ക് തോന്നുമ്പോ, ഈ ദുനിയാവിലെ ജീവിതമൊന്ന് അവസാനിപ്പിച്ചാ മതിയായിരുന്നല്ലോ എന്ന് നിന്റെ മനസാക്ഷി, നിങ്ങളുടെ മനസ്സ് നിന്നോട് പറയുമ്പോ, ഒന്ന് മനസമാധാനം കിട്ടാൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ എന്ന ദിക്റെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രിയമുള്ള പെങ്ങളോട്, പെങ്ങളെ, അല്ല നിന്നെ ഒരിക്കലും കൈയൊഴിയൂല. നിന്നെ വല്ലാത്ത സ്നേഹമാ, നീ വല്ലാത്ത
വല്ലാത്ത സ്നേഹമോ. ഒരിക്കലും പടച്ചറപ്പ് നിന്റെ കണ്ണ് നിറയുന്നത് സഹിക്കൂല. അള്ളാഹുവിന് വല്ലാത്ത വേദനയാണ് തന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് സഹിക്കാൻ കഴിയൂല ചെറുപ്പക്കാരാ. അതുകൊണ്ട് പൊന്നുതോരേ, ഹൃദയത്തിനകത്ത് റബ്ബിന്റെ അർശുണ്ടോ, അതിന്റെ ഒന്നാമത്തെ അടയാളം ഹുസ്നുൽ അന്നി ബില്ലാഹി തആല. നിന്നെ പടച്ച റബ്ബിനെ കുറിച്ച് നല്ല ഭാവന വെക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാനുള്ള ആയുധം അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 10:45 11 മണിക്ക് ഇൻഷാ അല്ലാഹ് നിർത്തുകയാ ഒരൊറ്റ സൂറത്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 4 വരിയുള്ള ഒരു ചെറിയ സൂറത്ത് പറഞ്ഞു തരാം. ഓതിയാ കിട്ടുന്ന പ്രതിഫലം 50 കൊല്ലം ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഓതിയിട്ട് പിരിഞ്ഞൂടെ 50 കൊല്ലം ചെയ്ത പാപം കഴുകിയിട്ട് പോകാം ഇൻഷാ അല്ലാഹ്. 4 വരിയേ ഉള്ളൂ. ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈവക്ക്. ഓതാന്ന് നീ അൽഹംദുലില്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകി. എന്താ ബക്കറ്റ് എടുത്തോ പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. ഇതിലെ വല്ലതും ഉണ്ടോടെ പെട്ടെന്ന് ബക്കറ്റ് എടുത്തോ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് എല്ലാവരും ആ പൊക്കിയ കൈ ഒന്ന് ഇട്ടോ. മരിക്കണ സമയത്ത് ഈ പ്രതിഫലം കാണാൻ. ഇന്ന് രാത്രി പോവാ. വെള്ളിയാഴ്ച രാവ് ഷഹീദിന്റെ കൂലി ഒരു നല്ലത് ചെയ്തിട്ട് പൊക്കോ. പക്കറ്റുമായിട്ട് മുന്നിൽ വരുന്ന വേറെ പിരിവൊന്നുമില്ല. അള്ളാഹുവെ മരിക്കുന്ന സമയം എനിക്ക് കാണിച്ചു തരണം ഇതിന്റെ പ്രതിഫലം എന്ന നിയത്തോടൊരു സദഖ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഇട്ടോ. ചില്ലറയെങ്കിൽ ചില്ലറ. ഇവിടെ വരെ കേൾക്കണിട്ടോ ഇൻഷാ അല്ലാഹ്. ഉള്ളതിട്ടോ. നഷ്ടമില്ല. ഇതാണ് പ്രതിഫലം. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പെണ്ണുങ്ങളുടെ അടുത്തുകൊണ്ട് എത്തിയ വെള്ളം താപ്പാൻ നിർത്തിയത്. 2 ദിവസമായി ഉറങ്ങിയിട്ട് ഉമ്മാടെ നാടൊക്കെ പാലക്കാടൊക്കെ പോയിട്ട് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് ഇന്നലെ രാത്രി വെളുപ്പാങ്കാലം 3 മണിക്കാണ് വീട്ടിൽ വന്നേ. ഉറങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകണം. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ബാക്കിയൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് കഴിഞ്ഞ ബക്കറ്റിലൊക്കെ പൈസ ഇട്ടാ ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യാറായില്ലേ? ഇതോടെ നിങ്ങളുടെ മുഖത്തൊന്നൊരു സന്തോഷമില്ല. അൽഹംദുലില്ലാഹ് സന്തോഷം. അള്ളാഹു മഴയൊന്നും ഇല്ലാതാക്കി തന്നില്ലേ? ശുക്ർ ചെയ്യ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ബക്കറ്റ് സിയാദുക്കാണോ ബക്കറ്റ് പിരിവ്? നൊണ്ടി നടക്കുന്നുണ്ട്. കുഴപ്പമില്ല. സ്വർഗത്തിൽ നാളെ പരലോകത്ത് നല്ലതുപോലെ നടക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞെങ്കിലും നമുക്ക് എഴുന്നേക്കാം. എത്ര? 4 പ്രതിഫലം. ഇങ്ങോട്ട് നോക്ക്. ഈ സൂറത്ത് ഓതിയാ കിട്ടുന്നത് 4 പ്രതിഫലം. ഒന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരും പറഞ്ഞു തരണ്ട, പറയാനുള്ള ഓർമ്മ നിനക്കുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 മരിച്ചു കിടക്കുമ്പോ ചിരിച്ചുകൊണ്ട് കിടക്കണം. എല്ലാരും വരും. നിന്റെ ശത്രുവും വരും. നീ മരിച്ചെന്ന് കേൾക്കുമ്പോ കളിയാക്കിയവനും പരിഹസിച്ചവനും എല്ലാ എണ്ണവും വരും. വരുമ്പോ എങ്ങനെ അങ്ങോട്ട് കിടക്കണം ചിരിച്ചിട്ട്. മുഖത്തിട്ടിരിക്കണ വെള്ള തുണി പൊക്കിയിട്ട് എന്താടാ കിടപ്പ് പടച്ചവനെ, ഇങ്ങനെ തന്നെ നോക്കി നിൽക്കണം നിന്റെ മുഖത്ത്. എന്നിട്ട് അവൻ പറയണം, അല്ലാ എനിക്ക് ഇതുപോലൊരു മരണം തരണേ എന്ന് പറയണം. അങ്ങനെ ചിരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെ ചിരിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കൊക്കെ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് തെണ്ട ലൈക്ക് അല്ലേ? എല്ലാരും ലൈക്കിന് തെണ്ടുന്ന കാല. ഇവിടുന്ന് ലക്ഷങ്ങൾ മുടക്കി കഅബയിൽ പോകും. ഇവൻ ദുനിയാവി വെച്ചിട്ട് ഭൂമി വെച്ചിട്ട് നാട്ടി വെച്ചിട്ട് കിബിലയുടെ നേരെ നിന്ന് നിസ്കരിച്ച അല്ലേ? കിബിലയുടെ നേരെ നിന്ന് നിസ്കരിക്കും. അതിന്റെ നേരെ നിന്ന് നിസ്കരിച്ച ഇവൻ 60-70 മുടക്കി മദീന മക്കത്ത് എന്നിട്ട് ആ കഅബയുടെ നേരെ തിരിഞ്ഞ് എന്നിട്ട് ആ ഫോട്ടോ എടുക്കണേ. അടച്ചാനല്ലേ ഇവിടെ ഇത്രയും നാളും അതിന്റെ നേരെ നിന്നു. അവിടെ ചെന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് വള്ളിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് തെണ്ടണ പോലെ തെണ്ട ലൈക്കതാ. മകനെ എന്താ പറയാ ചെറുപ്പക്കാരോട്? മക്കളെ ലൈക്ക് വേടിക്കണം. എപ്പോഴാ വേടിക്കുന്നറിയോ? ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടല്ല ലൈക്ക് വേടിക്കേണ്ടത്.
ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് 100 1000 ഒന്നും വേണ്ടടാ. 40 പേര് ലൈക്ക് അടിച്ചാൽ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയും ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, നിങ്ങളെല്ലാവരും നാളെ ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ ആരോ വിളിച്ചു പറഞ്ഞു ഇന്നലെ വഅദ് പറയാമെന്ന് സിറാജ് ഉസ്താദ് മരിച്ചുപോയി. സിറാജ് പോയടാ. പടച്ചവരെ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അല്ലാഹുവേ, ഒന്ന് കാണണമല്ലോ. എന്നെ കാണാൻ എന്റെ വീട്ടിലേക്ക് നാളെ എല്ലാവരും വരികയാണ്. പടച്ചവനെ, ജുമഅയ്ക്ക് മുമ്പിൽ ഇങ്ങനെ കുളിപ്പിച്ച് കിടത്തിയിരിക്കുന്ന എന്റെ മയ്യത്തിന്റെ മുന്നിൽ ഉമ്മ കരയുന്നുണ്ട്, കൂടപ്പിറപ്പ് കരയുന്നുണ്ട്, എല്ലാരും കരയുകയാണ്. എന്റെ 3 വയസ്സുള്ള സിനാൻ ഓടി വന്നിട്ട് വാപ്പാ വാപ്പാ എന്ന് വിളിച്ച് കരയുകയാ. എല്ലാവരും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ സിറാജിനെ കാണാൻ നിരന്ന് വരിയായി നിന്ന് വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ച് കിടത്തിയിരിക്കുന്ന എന്റെ മുഖത്ത് നിന്ന് വെള്ള തുണി അങ്ങോട്ട് ഉയർത്തി നോക്കിയിട്ട് ഇറങ്ങി പോകുമ്പോ 40 പേര് എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ലക്ഷങ്ങളും ആയിരക്കണക്കിന് പേര് 100 കണക്കിന് പേരുടെ ലൈക്ക് വേണ്ടടാ. മരിച്ചു കിടന്ന് നിന്റെ മയ്യത്ത് കണ്ടിട്ട് 40 പേര് ലൈക്ക് അടിച്ചാ നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, മോനെ, ചിരിച്ചുകൊണ്ട് കിടക്കണോ? 4 വരികളുള്ള സൂറത്തോതിയാ കിട്ടുന്ന 3ാമത്തെ പ്രതിഫലം നിന്റെ മുഖത്താ ചിരിയുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, 50 കൊല്ലത്തെ പാപം പൊറുക്കും. 2, മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ പറ്റും. 3, മരിച്ചു കിടക്കുമ്പോ ചിരിക്കാൻ കഴിയും. 4, നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഓതാന്ന് നിയത്ത് ചെയ്യുന്നവർ കൈവക്ക്. ഓതാന്ന് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നമുക്ക് ഓതിയിട്ട് പിരിയാം. എല്ലാവരും എഴുന്നേറ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വാ, കേറി വാ. ഇങ്ങോട്ട് കേറിക്കോ. പുറത്തേക്കണരെല്ലാം കേറിക്കോ. നമുക്ക് ദുആ ചെയ്തേക്കാം ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് കേറി. പെട്ടെന്ന് കേറിക്കോ. വേറൊന്നുമില്ല, ഞാൻ ദുആ ചെയ്യാൻ പോവാം. ഇത് മേടിച്ചോ. 50 കൊല്ലത്തെ പാവം പൊറപ്പിച്ചിട്ടങ്ങ് പോയേക്കാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, അതുകൊണ്ടാ പെട്ടെന്ന് നിർത്താം കേട്ടാ. ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് വാ മനുഷ്യന്മാരെ. സ്വർഗത്തിൽ കയറി നിക്ക്. പച്ച ലൈറ്റിനകത്താ. കണ്ടില്ലേ 2 പച്ച ലൈറ്റ്? ഒന്നീന്ന് തുടങ്ങി ഒന്നീന്ന് തീരും അങ്ങ് കഅബയിൽ. അതിന്റെ അകത്ത് കയറിക്കോ. പെട്ടെന്ന് കയറിക്കോ ഇൻഷാ അല്ലാഹ്. അള്ളാഹു അവിടെ ചെന്ന് തവാഫ് ചെയ്യാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു എത്താൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ഉണ്ടാവൂലേ? ഉണ്ടാവൂലേ? വരൂല ഇൻഷാ അല്ലാഹ്. എല്ലാവരും വരണം. ഞാൻ ഇങ്ങനെ വേറെ ഒന്നുമില്ല, ഇങ്ങനെ പറയും. ഇങ്ങനെയൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ പറയും. പോവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരു സൂറത്ത് പറഞ്ഞുതരാം. ഓതൂലേ? ശനിയാഴ്ച പറഞ്ഞു തന്നാ പോരെ? ശനിയാഴ്ച മതി. ഇപ്പ മതി. സീരിയലിന്റെ കാലമല്ലേ. ചത്തോ ചത്തില്ല ഇങ്ങനെ നിൽക്കണം, എങ്കിലേ വരത്തുള്ളൂ. അങ്ങനത്തെ കാലം ഇൻഷാ അല്ലാഹ്. ഇന്ന് നല്ല കാര്യമല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 കാര്യം ചെയ്തിട്ടേ കിടന്നുറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇന്ന് മുതൽ 4 കാര്യം ചെയ്തിട്ടേ കിടന്നുറങ്ങാവൂ ഇൻഷാ അല്ലാഹ്. ആയിഷ ബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, 4 കാര്യങ്ങൾ ചെയ്തിട്ടേ നീ കിടന്നുറങ്ങാവൂ എന്ന് നബിയുനാ റസൂലുള്ളാഹി ഇൻഷാ അല്ലാഹ്. ചെയ്യൂലേ? പേടിക്കണ്ട. തലകീഴായിട്ട് നിൽക്കണമെന്നല്ല, പേടിക്കാനുള്ള പൈസ ചെലവൊന്നും ഇല്ല. ഈ പറയുന്ന 4 കാര്യം കിടക്കാൻ വേണ്ടി കട്ടിലിൽ പോയി ഇരിക്കുക. ഇരുന്നിട്ട് കട്ടിലിൽ ഇരുന്ന് പറഞ്ഞിട്ട് കിടക്കാനുള്ള 4 കാര്യം ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഒരു ഉറക്കപ്പറ മനുഷ്യന്മാരെ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ ഒരു ഖത്ത് ഓതിയിട്ടേ കിടന്നുറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് പറ മനുഷ്യന്മാരെ? ഒരു ഖത്ത് ഓതണം. എന്തേ പറ്റൂലേ? റമദാൻ മാസം 30 ദിവസം ഉണ്ടായിട്ട് ഓതിയിട്ടില്ല അല്ലേ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, ആയിഷ ബി റളിയല്ലാഹു ഇതേ അവസ്ഥ തന്നെയായിരുന്നു. അപ്പൊ ഉറങ്ങണ്ടേ നബിയെ? രാവിലെ വരെ ഇരുന്ന് ഓതാനാ?
ഇല്ല. അവിടെ നിന്ന് പറഞ്ഞു പരിശുദ്ധമായ ഖുർആനിന്റെ അവസാനത്തെ 3 സൂറത്ത് ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ ഒരു ഖത്തം ഓതിയ പ്രതിഫലം നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാപ്പ മരിച്ചുപോയി, ഖത്ത് ഓതുന്നതിന് വരെ ഈ 3 സൂറത്ത് ഓതിയിട്ട് കാര്യമില്ല കേട്ടാ. വാപ്പ മരിച്ചു, വാപ്പായ്ക്ക് ഖത്തം തന്നെ ഓതണം. ഇത് ഉറങ്ങാനുള്ള സമയമാണ്. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ അങ്ങനെ. അപ്പൊ ഉറങ്ങുന്നതിന് മുമ്പ് ഇൻഷാ അല്ലാഹ് 3 സൂറത്ത് ഓതൂല്ല ഇന്ന് മുതൽ. 2 അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരുടെയും പൊരുത്തം വാങ്ങിയിട്ടേ നാളെ പരലോകത്ത് വരുമ്പോ എന്നെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞിട്ടേ ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ആയിഷ ബീബി ചോദിച്ചു, നബിയെ നിങ്ങളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, പിന്നെ എങ്ങനെ ഞാൻ പൊരുത്തം ചോദിക്കാം? റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞാൽ മതി, നിനക്ക് ശഫാഅത്ത് കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ 10 സ്വലാത്ത് 2 3 അവിടെ നിന്ന് പറഞ്ഞു, ലോകത്തുള്ള സർവ്വ മനുഷ്യരോടും പൊരുത്തം ചോദിച്ചിട്ട് ഉറങ്ങാവൂ. ഇവിടെ കൂടെ കിടക്കണ ഭാര്യയോട് പൊരുത്തം ചോദിക്കൂല നമ്മള്. ഓളെ ചവിട്ടി കൂട്ടിയിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്, ചീത്ത വിളിച്ചിട്ടുണ്ട്, അവളെ വാപ്പായ്ക്ക് വിളിച്ചിട്ടുണ്ട്, ഉമ്മായ്ക്ക് വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് ആയിഷ കിടക്ക, രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണേ ചോദിക്കാറില്ല നമ്മളാരും. ലോകത്തുള്ളവരോടാ, പിന്നെ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോടും പൊരുത്തം ചോദിക്കണം. എങ്ങനെയാ നബിയെ? എവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഗുഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വല്ലമതി ദുആറിയും ഗിഫറ. ഇല്ലെങ്കിൽ അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ, എനിക്കും പുറത്തുതാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യ്, നിനക്ക് അവരുടെ പൊരുത്തം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. 4 ഒരു ഹജ്ജ് ഉംറയും ചെയ്തിട്ടേ ഉറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഒരു ഹജ്ജ് ഉംറയും. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 പ്രാവശ്യം വെച്ച് പറ, ഹജ്ജ് ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്നത്തേക്ക് ഇത്രയും പോരെ? മതി. ഇതൊക്കെ സൂറത്ത് നമുക്ക് നാളെ പായസുണ്ടല്ലോ ഇൻഷാ അല്ലാഹ്, ഉണ്ടെങ്കിൽ ഇന്ന് രക്ഷപ്പെടാൻ ഇത്രയും മതി. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ കരുണ വിശാലമാണ്. റസൂലുള്ളാഹി അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, 2 പേരെ അള്ളാന്റെ മുന്നിൽ കൊണ്ടുവന്നു. 2 അമ്മമാരെ കൊണ്ടുവന്നു, അളന്നു നോക്കി, ഒരു രക്ഷയില്ല, പൊക്കോ നരകത്തിലേക്ക് പോടാ എന്ന് പറഞ്ഞു വിട്ടു. പോടാന്ന് പറഞ്ഞപ്പോ ഒറ്റ ഓട്ടം ഓടുക, സ്വർഗത്തിലല്ല നരകത്തിലേക്ക്, ഒറ്റ ഓട്ടവാ. രണ്ടാമത്തവനാണെങ്കിലും കുറച്ച് മുന്നോട്ട് പോകും, തിരിഞ്ഞു നോക്കും, കരയും, പിന്നെയും പോകും, കരയും, പിന്നെയും പോകും, കരയും, ഇങ്ങനെ തന്നെ പോവാ. അപ്പൊ 2 പേരെ ഇങ്ങനെ, ഒരുത്തൻ കരഞ്ഞുകൊണ്ട് പോകുന്നു, ഒരുത്തൻ ഓടിയും പോണു. പടച്ചവനെ, 2 പേരെയും തിരിച്ചു വിളിച്ചു, നരകത്തിന്റെ മുന്നിലെത്തിയപ്പോ ഇങ്ങ് വരാൻ. എന്നിട്ട് അള്ളാഹു ഈ ഓടിയവനോട് ചോദിച്ചു, എടാ നിന്നോട് ഞാൻ നരകത്തിൽ പോകാനാ പറഞ്ഞ, സ്വർഗത്തിലെങ്കല്ലോ ഓടണല്ലോ, വികാരാന്റി പോണവർ ഓടുക, എന്തിനാടാ നീ ഓടിയതെന്ന് ചോദിക്കുമ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാ 10-50 കൊല്ലം ദുനിയാവി ജീവിച്ചു പടച്ചവനെ, ഒരുപാട് കാര്യം നീ എന്നെ കൽപ്പിച്ചു ചെയ്യാൻ. നീ കൽപ്പിച്ചതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ചെയ്യരുതെന്ന് പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ഇന്ന് നിന്റെ മുന്നിൽ വന്നപ്പോൾ എന്നോട് നീ പറഞ്ഞു നരകത്തിൽ പോകാൻ. എനിക്കറിയാം അതെന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. എന്നിട്ടും നീ പറഞ്ഞ ഒരു കാര്യമെങ്കിലും അനുസരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ അല്ലാഹ്. നീ പറഞ്ഞതൊന്നും ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഇന്ന് ഈ നരകത്തിലേക്ക് പോടാ എന്ന് പറഞ്ഞ ഒരൊറ്റ വാക്കെങ്കിലും അനുസരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാൻ ഓടിയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ ഒരു കാര്യം ചെയ്യാനുള്ള മനസ്സ് കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു സ്വർഗം കൊടുത്ത നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തവനോട് ചോദിച്ചു, നീ എന്തിനാടാ തിരിഞ്ഞു നോക്കിയ? പോവാൻ പറഞ്ഞ പോണ, എന്തിനാടാ കരഞ്ഞേ? ഇല്ല അല്ലാ, നീ ഗഫൂറാ, നീ റഹീമാ, നീ കരുണയുള്ളവനാ, നിന്റെ അടിമയുടെ കണ്ണ് നിറഞ്ഞാ നിനക്ക് സഹിക്കൂലെന്ന് എനിക്കറിയാം അല്ലാ. കരഞ്ഞോണ്ട് ഇങ്ങനെ ഞാൻ നിന്റെ മുന്നിൽ യാചനയുടെ നോട്ടം നോക്കുമ്പോ എന്റെ കരച്ചല് കണ്ടിട്ട്, എന്റെ മുഖം കണ്ടിട്ട് കേറി പോടാ സ്വർഗത്തിൽ നിന്ന് നീ പറഞ്ഞാലോ എന്ന് കരുതിയിട്ട് നോക്കിയതാ അല്ലാ. അടച്ചവനെ, അവനും അള്ളാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതാണ് പടച്ചവൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അവിടെ ചെല്ലുമ്പോ ഓടാ, ഇല്ലെങ്കിൽ തിരിഞ്ഞു നോക്കി കരയാ, രക്ഷപ്പെടുമെന്നായിരിക്കും നമ്മുടെ ചിന്ത അല്ലേ? ഓടാൻ അനങ്ങാൻ പറ്റിയാലല്ലേ, ചിരിക്കണം, കാലൊന്ന് ചലിപ്പിക്കാൻ പറ്റിയാലല്ലേ അള്ളാഹു രക്ഷപ്പെടുന്നവരിൽ പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരിക്കണ സമയത്ത് അസ്റായിലിന്റെ നെറ്റിത്തടത്ത് എഴുതി വെച്ചിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ വായിച്ചിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ.
മൂന്ന് കാര്യം ഇൻഷാ അല്ലാഹ് ചെയ്യുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് ഷമീസ് ഖാനാഫി ഉസ്താദ് നമ്മളെ പോലെ നല്ല വഅദ് നല്ല പാട്ടൊക്കെ പാടുന്ന ആളാ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ വരിക. ശനിയാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് നമുക്കിതുപോലെ കൂടി ആത്മാർത്ഥമായി ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്യാറ് 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇത്തിരി നേരത്തെ എത്ര മണിക്ക് വരൂപ്പാ? 9 മണിയാകുമ്പോൾ വരൂലേ? ഇന്ന് ഇത്തിരി താമസിച്ചു. നമുക്ക് 9 മണിക്ക് തുടങ്ങിയ 10, 11, 2 മണിക്കൂർ. 9:30 ആകുമ്പോൾ വീണ്ടും താമസിക്കും. ഇപ്പൊ നിങ്ങളൊക്കെ വയലും കേട്ടിട്ട് പോയി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് സുബഹി നിസ്കരിക്കും. ഞാൻ പോയി കിടന്നുറങ്ങോ എഴുന്നേക്കാറില്ല. അപ്പൊ അതിൽ കാര്യമില്ല. 9 മണിക്ക് തുടങ്ങണം, 11 മണിക്ക് നിർത്തണം. ഇൻഷാ അല്ലാഹ് നേരത്തെ പങ്കെടുക്കുക എല്ലാവരും. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കണ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണം എല്ലാവരും. ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെടൂലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം എനിക്ക് വേണ്ടി. ചെയ്യൂലേ? എനിക്ക് പരിശുദ്ധമായ കഅബയിൽ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് സഹായിച്ചാൽ ഞാൻ അവിടെ എത്തും. ഇൻഷാ അല്ലാഹ് സഹായിക്കൂലേ? ഇങ്ങനെ വേണ്ട, ഇങ്ങനെ മതി. പൈസ വേണ്ട, ദുആ ചെയ്താൽ മതി. ഓസിന് വേണ്ട, ഞാൻ അവിടെ എത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കും. ദുആ ചെയ്ത് സഹായിക്കും. അവിടെ എത്തിയാ നല്ല സ്ഥലമല്ലേ? 400 പേരെ കൊണ്ടുപോകാൻ മനുഷ്യ. ഞാനിപ്പോ ഉംറയ്ക്ക് വലിയ ആഗ്രഹം ഹജ്ജിന് പോകണമെന്ന്. കാരണം ഹജ്ജ് ചെയ്ത മനുഷ്യന് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എനിക്ക് 400 പേരെ ഒന്നും കൊണ്ടുപോകണ്ട, എനിക്കൊന്ന് പോയാൽ മതി. എനിക്ക് 400 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല, എനിക്കൊന്ന് പോയാൽ മതി. അപ്പൊ അത്രയുള്ള ആഗ്രഹം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റഹ്മാൻ റഹീമായ അല്ലാഹുവേ, ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണ റഹ്മാനെ. അല്ലാഹ്, നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാ. അല്ലാഹ്, ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചോനെ. ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ചെയ്ത പാപം ഒന്ന് പുറത്തു തരണേ റഹ്മാനെ. ഒരുപാട് പാപം ചെയ്ത മഹാപാവികളാ, നീ ഞങ്ങൾക്ക് പുറത്തു താ റഹ്മാനെ. ആട്ടി ഓടിക്കല്ലേ പടച്ചവനെ. പോകാൻ വേറെ ഒരു സ്ഥലമില്ല തമ്പുരാനെ. പടച്ചവനെ റബ്ബേ, ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ എല്ലാ പാപവും പുറത്തവരായി നീ ഞങ്ങളെ യാത്രയാക്കണേ പടച്ചവനെ. ഈ പോകണ വഴിയിലെങ്ങും പോയി മരിച്ച സ്വർഗം തരണേ അല്ലാഹ്. ഒരു നല്ലത് ചെയ്യുന്നതിന് മുമ്പ് മരിച്ചാലും നീ സ്വർഗം തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ വാപ്പയും ഉമ്മയും ഖബറിൽ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ. മർഹമത്ത് കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, മരിച്ചുപോയ മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. ഇങ്ങനൊരു വൃത്തികെട്ടവനാണല്ലോ എൻ്റെ വയറ്റിൽ പിറന്നതെന്ന് ഓർത്തിട്ട് ഞങ്ങളുടെ ഉമ്മ ഖബറിൽ കിടന്ന് ഞങ്ങളെ ശപിക്കല്ലേ പടച്ചവനെ. അല്ലാ, ഞങ്ങളുടെ വാപ്പ ഞങ്ങളെ ശപിക്കല്ലേ അല്ലാ. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ, ശിഫ നൽകണേ അല്ലാ. ഇബാദത്തിന് തടസ്സമാകുന്ന ഒരു രോഗവും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ പടച്ചവനെ. അളഹാരെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗം തരല്ലേ പടച്ചവനെ. ക്യാൻസർ തരല്ലേ അല്ലാ. ട്യൂമർ നൽകല്ലേ പടച്ചവനെ. ഡയാലിസ് ചെയ്യേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. പടച്ചവനെ, കിടപ്പി കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കള് ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ നീ എത്തിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, മരിക്കുന്ന ദിവസവും സ്വന്തം കൈ കൊണ്ട് ഒളിവെടുത്ത് അവസാനത്തെ വഖത്ത് നിസ്കരിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്കൊക്കെ നീ നല്ല മരണം തരണേ റഹ്മാനെ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. എന്തും മറന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ മറപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാ, ഞങ്ങളുടെ മുഖത്ത് നീ ചിരി തരണേ റഹ്മാനെ. ഞങ്ങളുടെ മയ്യത്ത് കാണുന്നവര് ഞങ്ങളെ പോലെ മരിക്കാൻ കൊതിക്കണേ റഹ്മാനെ. 40 പേരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ.
ഞങ്ങൾ ആരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ, കടക്കാരാക്കി മരിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കി തരണേ അല്ലാ. വെറുതെ ആക്കല്ലേ പടച്ചവനെ, കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ പടച്ചവനെ. ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന മക്കളെ തരണേ റഹ്മാനെ. ഞങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കാൻ അറിയുന്ന മക്കളെ തരണേ പടച്ചവനെ. ഞങ്ങളുടെ ഖബറിന്റെ ചാരത്ത് വന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന മക്കളെ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഉസ്താദന്മാരെയൊക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഖുറവിയായ പണ്ഡിതന്മാരിൽ പെടുത്തണേ പടച്ചവനെ. ഈ സംഘാടകർക്ക് നീ ഈമാൻ നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. അവരുടെ സംരംഭങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എൻ്റെ ഉപ്പമാർ അല്ലാഹുവേ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ മക്കൾക്ക് നല്ലൊരു ഭാവിയും നല്ലൊരു ജീവിതവും നല്ല ഒരു ഇണയെയും നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എൻ്റെ ഉമ്മ പെങ്ങന്മാർ ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും നീ വേദനിപ്പിക്കല്ലേ റഹ്മാനെ. അറുത്തു മുറിക്കല്ലേ അല്ലാ, അറുത്തു മുറിക്കല്ലേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാ, അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല രീതിയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ പിഞ്ചു മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ പടച്ചവനെ. അല്ലാ, രാവിലെ ഉമ്മയും തന്ന് ചിരിക്കുന്ന മുഖത്തോടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ പടച്ചവനെ. വെട്ടിക്കീറി വെള്ള തുണിയിൽ പൊതിഞ്ഞ് വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ച് പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ നെഞ്ചിന്റെ മുകളിൽ മണ്ണ് വാരിയിടേണ്ട ഗതികേട് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കരങ്ങൾ മരിക്കോളം ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട ഗതി ഞങ്ങൾക്ക് തരല്ലേ പടച്ചവനെ. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി എൻ്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട ഗതി ഞങ്ങളുടെ ഭാര്യ മക്കൾക്ക് നീ കൊടുക്കല്ലേ അല്ലോ. 5 നേരം നിന്റെ മുന്നിൽ വന്ന് തലകുനിക്കുന്നവരാ, മരിക്കോളം ഒരുത്തന്റെ മുന്നിലും തല താഴ്ത്തേണ്ട അവസ്ഥ നീ തരല്ലേ പടച്ചവനെ. ഇസ്സത്ത് നിലനിർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവാ നല്ല മരണം തരണേ അല്ലാ. പടച്ചവനെ, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ റബ്ബേ. ദുആ ചെയ്താ നീ സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഈ നീട്ടിയ കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ ജീവിത മാർഗത്തിൽ നീ ഖൈറും ബർക്കത്തും ഐശ്വര്യവും ചൊരിയണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ ദുആയെ നീ സ്വീകരിക്കണേ അല്ലാ. പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലിൽ പെടുത്തണേ പടച്ചവനെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ ഈ സദസ്സിലുണ്ട്. ഞങ്ങളുടെ സ്വർഗത്തിലും ഒരുമിപ്പിക്കണേ റഹ്മാനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ അനുഗ്രഹിക്കണേ റഹ്മാനെ.